ഹലോ, പ്രിയ സ്ലേറ്റ്സിലേക്ക് എല്ലാവർക്കും വീണ്ടും സ്വാഗതം. ഇന്ന് നമ്മളൊരു ഇംഗ്ലീഷ് ഡെസേർട്ടാണ് ഉണ്ടാക്കുന്നത്, ബനോഫി പൈ. നല്ല എളുപ്പമാണ് ഉണ്ടാക്കാനായിട്ട്. ബനാനയും ടോഫിയും വെച്ചിട്ടാണ് ഈ ഡെസേർട്ട് ഉണ്ടാക്കുന്നത്. നല്ല അടിപൊളി ടേസ്റ്റാണ് കേട്ടോ. എല്ലാവരും ഒരു വട്ടെങ്കിലും അത് ഉണ്ടാക്കി നോക്കണം, എല്ലാവർക്കും ഇഷ്ടപ്പെടും. പിന്നെ ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ ദയവ് ചെയ്ത് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോകാം. ബനോഫി പൈക്ക് വേണ്ടിയിട്ട് നമുക്ക് മെയിനായിട്ട് വേണ്ട സാധനം കണ്ടൻസ്ഡ് മിൽക്കാണ്. ഞാൻ ഒരു ടിന്ന് കണ്ടൻസ്ഡ് മിൽക്ക് എടുത്തിട്ടുണ്ട്. ഈ ഒരു ടിന്ന് കണ്ടൻസ്ഡ് മിൽക്ക് നമുക്കൊന്ന് കാരമലാക്കി എടുക്കണം. ഇതിന് വേണ്ടിയിട്ട് ഞാനൊരു വലിയ കുക്കർ എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് നമ്മൾ ഈ ടിന്ന് പൊട്ടിക്കാത്ത ടിന്നായിരിക്കണം, ഇതങ്ങനെ തന്നെ വയ്ക്കുക. ശേഷം ഈ കുക്കറിനകത്ത് ഈ ടിന്ന് മുങ്ങുന്ന വിധത്തിൽ വെള്ളം ഒഴിച്ചു കൊടുക്കണം. ഇനി നമുക്ക് കുക്കറിൻ്റെ മൂടി വെച്ചിട്ട് ഇതൊന്ന് മൂടാം. കുക്കറിൻ്റെ വിസിലിട്ടിട്ട് വേണം വെക്കാനായിട്ട്. മീഡിയം ഫ്ലെയിമിൽ ഒരു 15-20 മിനിറ്റോളം വെക്കണം, അല്ലെങ്കിൽ ഒരു 3 വിസിൽ കേൾക്കുന്നവരെ വെക്കണം. ഈ സമയം കൊണ്ട് നമുക്ക് ഫസ്റ്റ് ലെയർ സെറ്റ് ചെയ്യാം. ബനോഫി പൈ ഞാൻ സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു 8 ഇഞ്ചിൻ്റെ സ്പ്രിംഗ് ഫോം കേക്ക് ടിൻ എടുത്തിട്ടുണ്ട്. ഇപ്പോൾ ഇതേമാതിരി ലൂസ് ബേസ് ആയിട്ടുള്ള ടിന്നാണ് എടുത്തേക്കുന്നത്. ഇതിലേക്ക് ഞാൻ കുറച്ച് ബട്ടർ ഒന്ന് ബ്രഷ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. നമുക്ക് ഏറ്റവും താഴത്തെ ലെയർ ഒരു ബിസ്ക്കറ്റ് ലെയറാണ് ചെയ്യുന്നത്. അതിന് വേണ്ടിയിട്ട് ഞാൻ ഇതേമാതിരി പ്ലെയിൻ ബിസ്ക്കറ്റ്സ് എടുത്തിട്ടുണ്ട്. ഡൈജസ്റ്റീവ് ബിസ്ക്കറ്റ്സ് ആണിത്. ഇത് നാട്ടിലത്തെ ആരോ റൂട്ട് ആണെങ്കിലും എടുത്താലും മതി, അല്ലെങ്കിൽ പ്ലെയിൻ ആയിട്ടുള്ള ഏത് ബിസ്ക്കറ്റ് ആണെങ്കിലും നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് ഉപയോഗിക്കാം. ഇനി ഈ ബിസ്ക്കറ്റൊക്കെ ഞാൻ ഇങ്ങനത്തെ പ്ലാസ്റ്റിക്കിൻ്റെ ഒരു ഫ്രീസർ ബാഗിലോട്ട് ഇടുന്നുണ്ട്. ഇനി നമ്മൾ ചപ്പാത്തിയൊക്കെ പരത്തണ ഒരു കോല് വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് പൊടിച്ചെടുക്കാം. ഇതിങ്ങനെ തന്നെ ചെയ്യണമെന്നില്ല കേട്ടോ. മിക്സിയുടെ ജാറിലിട്ട് ജസ്റ്റ് ഒന്ന് പൊടിച്ചെടുത്താലും മതി. നിങ്ങൾക്ക് എങ്ങനെ എളുപ്പം എന്ന് വെച്ചാൽ അതേമാതിരി ചെയ്യാം. അപ്പോൾ നന്നായിട്ട് നൈസായിട്ട് പൊടിക്കുകയൊന്നും വേണ്ട, ഇങ്ങനെ ജസ്റ്റ് ക്രംബിളായി കിട്ടിയാൽ മതി കേട്ടോ. ഇതിന് ഞാനൊരു ബൗളിലേക്ക് മാറ്റുന്നുണ്ട്. ഇനി ഇതിലേക്ക് മെൽറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന ബട്ടർ കുറച്ചായിട്ട് ഞാനൊന്ന് ചേർത്ത് ഒന്ന് കുഴച്ചെടുക്കുന്നുണ്ട്. ആദ്യം ഒരു 4 ടേബിൾ സ്പൂൺ ഞാൻ ഇടുന്നുണ്ട്. ഇനിയൊന്ന് മിക്സ് ചെയ്ത് നോക്കാം. ഞാനൊരു 2 ടേബിൾ സ്പൂണും കൂടി ബട്ടർ ചേർത്തിട്ടുണ്ട്. നമുക്ക് കൈ വെച്ചിട്ടൊന്ന് കുഴച്ച് നോക്കാം. ഇതിപ്പോൾ ഇങ്ങനെ പിടിച്ചു കഴിഞ്ഞാൽ ഇങ്ങനെ ഒരു ഉണ്ടയായിട്ട് പിടിക്കാൻ പറ്റണം. ഇതാണ് ഇതിൻ്റെ പാകം. ഇതിപ്പം 12 ബിസ്ക്കറ്റിന് ഞാൻ 6 ടേബിൾ സ്പൂൺ ബട്ടർ മൊത്തം ചേർത്തിട്ടുണ്ട്. അപ്പം നമ്മുടെ പാത്രത്തിലോട്ട് ബിസ്ക്കറ്റ് ലെയർ സെറ്റ് ചെയ്യാം. എന്നിട്ട് ഇത് നല്ല ഈവനായിട്ടൊന്ന് നമുക്ക് ഈ പാത്രത്തിൻ്റെ അടിയിലോട്ട് ആക്കി കൊടുക്കണം. ആദ്യം നമുക്കിങ്ങനെ ഒരു സ്പൂണിൻ്റെ ബാക്ക് വെച്ചിട്ട് നന്നായിട്ടൊന്ന് ലെവൽ ചെയ്ത് കൊടുക്കാം. ഇനി സ്പൂണിൻ്റെ ബാക്ക് തന്നെ വെച്ച് നമുക്ക് ചെറുതായിട്ടൊന്ന് നന്നായിട്ട് അമർത്തി കൊടുക്കാം. ഇനി നമുക്ക് ഇത് ഫ്രിഡ്ജിലേക്ക് ഒന്ന് തണുക്കാനായിട്ട് വെച്ച് കൊടുക്കണം. അപ്പോഴത്തേനും നമുക്ക് അടുത്ത സ്റ്റെപ്പ് ചെയ്യാം. ഇതൊരു മിനിമം 15 അല്ലെങ്കിൽ 20 മിനിറ്റ് വരെ ഫ്രിഡ്ജിൽ വെച്ചൊന്ന് തണുപ്പിക്കണം. എന്നാലാണ് ഈ ബിസ്ക്കറ്റ് ലെയർ നന്നായിട്ട് സെറ്റ് ആവുള്ളൂ. അപ്പോൾ ഇത് നമുക്ക് ഫ്രിഡ്ജിലോട്ട് എടുത്ത് വയ്ക്കാം. 3 വിസിൽ കഴിഞ്ഞിട്ടുണ്ട്. ഞാൻ തീ ഓഫ് ചെയ്തു, പ്രഷറൊക്കെ പോയി. നമുക്കിതൊന്ന് തുറന്ന് നോക്കാം. അപ്പോൾ ഇത് ഞാൻ എടുത്ത് വേറൊരു പാത്രത്തിലേക്ക് ഇടുന്നുണ്ട്. ഇതിന് നല്ല ചൂടാണ്. ഇതൊരിക്കലും ഒരു കാരണവശാലും ഈ ചൂടോടുകൂടി തുറക്കാൻ നോക്കരുത്. ഇത് നമുക്ക് ചൂടാറാനായിട്ട് വെയിറ്റ് ചെയ്യണം. ഇതിലേക്ക് ഞാൻ കുറച്ച് തണുത്ത വെള്ളം ഒഴിച്ച് വെക്കാൻ പോവാണ്, പെട്ടെന്ന് ചൂടാറാൻ വേണ്ടിയിട്ട്. കംപ്ലീറ്റ് ആയിട്ട് ചൂട് മാറിയതിന് ശേഷം വേണം നമുക്കിത് തുറന്ന് നോക്കാനായിട്ട്. അപ്പോൾ നമ്മുടെ കണ്ടൻസ്ഡ് മിൽക്കിൻ്റെ ടിന്നിപ്പോൾ നന്നായിട്ട് ചൂടാറിയിട്ടുണ്ട്, നന്നായിട്ട് തണുത്തിട്ടുണ്ട്. ഇത് നമുക്കിനി ഒന്ന് തുറന്ന് നോക്കാം. കണ്ടൻസ്ഡ് മിൽക്ക് നന്നായിട്ട് കളറ് മാറി ടോഫി ആയിട്ടുണ്ട്. നമുക്കൊരു ബൗളിലേക്ക് മാറ്റാം. ഇതിനി നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കണം. ചെറിയ കട്ടകൾ വല്ലതുണ്ടെങ്കിൽ ഒരു സ്പൂണോ ഫോർക്കോ അല്ലെങ്കിൽ ഇതേമാതിരി വിസ്കോ വെച്ചിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുത്താൽ മതി. നല്ല സ്മൂത്തായിട്ട് വരും.
ഇത് നല്ല ടേസ്റ്റാണ് കഴിക്കാനായിട്ട്. ഇത് മൊത്തം നമുക്ക് ഈ ഡെസേർട്ടിന് വേണ്ടിയിട്ട് വേണ്ട, കുറച്ച് മതി. ബാക്കി നമുക്ക് ഒരു എയർ ടൈറ്റ് ആയിട്ടുള്ള എന്തെങ്കിലും പാത്രത്തിൽ ഫ്രിഡ്ജിൽ സൂക്ഷിച്ചാൽ മതി. നമുക്ക് കേക്ക് ഉണ്ടാക്കാനോ അല്ലെങ്കിൽ ബ്രെഡിൽ വെറുതെ തേച്ച് കഴിക്കാനോ ഒക്കെ നല്ല ടേസ്റ്റാണിത്. അപ്പോൾ നമ്മൾ ഫ്രിഡ്ജിൽ സെറ്റ് ചെയ്യാൻ വെച്ചിരുന്നത് ഞാൻ എടുത്തിട്ടുണ്ട്. നമ്മുടെ ബിസ്ക്കറ്റ് ലെയർ നന്നായിട്ട് സെറ്റായിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിൽ നിന്ന് കുറച്ച് ടോഫി ഇതിൻ്റെ മുകളിലേക്ക് അങ്ങ് ആക്കി കൊടുക്കാം. ടോഫിക്ക് നല്ല മധുരമുള്ളതാണ്, അതുകൊണ്ട് നിങ്ങളുടെ മധുരത്തിന് അനുസരിച്ച് നിങ്ങളുടെ ടേസ്റ്റിനനുസരിച്ച് എത്രത്തോളം വേണമെന്ന് വെച്ചാൽ ഇട്ട് കൊടുക്കാം. ഞാനിപ്പോൾ ഒരു 4-5 ടേബിൾ സ്പൂണോളം ഇടുന്നുണ്ട്. ഇട്ടിട്ട് എല്ലായിടത്തും ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കണം. ഇനി ഇതിൻ്റെ മുകളിലേക്ക് നമ്മൾ പഴമാണ് ലെയർ ചെയ്തിടുന്നത്. 2 വലിയ പഴം എടുത്തിട്ടുണ്ട്. ഇത് നമ്മുടെ നാട്ടിലത്തെ റോബസ്റ്റ് പഴത്തിൻ്റെ ഏകദേശം ടേസ്റ്റാണ്. അപ്പോൾ നിങ്ങൾ ഞാലിപ്പൂവനുണ്ടെങ്കിൽ ഞാലിപ്പൂവൻ എടുക്കുക, അല്ലാന്നുണ്ടെങ്കിൽ റോബസ്റ്റ് പഴം എടുക്കുക. എന്തെടുത്താലും നല്ല ടേസ്റ്റ് ആയിരിക്കും. ഇനി നമുക്ക് ഈ പഴം ഒന്ന് കട്ട് ചെയ്തെടുക്കാം. അപ്പോഴത്തേനും ഇതൊന്ന് മാറ്റി വയ്ക്കുക. ഇത് ഫ്രിഡ്ജിൽ ഇനി വെക്കണം എന്നില്ല. 2 പഴം ഞാൻ ചെറിയ പീസായിട്ട് ഇങ്ങനെ അരിഞ്ഞു വെച്ചിട്ടുണ്ട്. ഇനി നമ്മൾ ഈ പഴം ഓരോന്നായിട്ട് ഈ ടോഫി ലെയറിൻ്റെ മുകളിലേക്ക് ഇങ്ങനെ വെച്ച് കൊടുക്കണം. അപ്പോൾ 2 ഫുൾ പഴം ഞാൻ ഇതിലേക്ക് വെച്ച് കൊടുത്തിട്ടുണ്ട്. ഞാലിപ്പൂവനൊക്കെയാണ് എടുക്കുന്നതെന്നുണ്ടെങ്കിൽ നിങ്ങളതനുസരിച്ച് പഴത്തിൻ്റെ എണ്ണം കൂട്ടിയെടുക്കണം. നമ്മളിങ്ങനെ റൗണ്ട് ചെയ്ത് വെക്കുമ്പം ഒരു 2 ലെയറെങ്കിലും പഴം വെച്ചെങ്കിൽ അതിൻ്റെ ആ ടേസ്റ്റ് കറക്റ്റായിട്ട് കിട്ടുള്ളൂ. ഇനി ഇതിൻ്റെ മുകളിലേക്ക് നമ്മൾ ഇച്ചിരി ഫ്രഷ് ക്രീം വിപ്പ് ചെയ്ത് ചേർക്കുകയാണ് ചെയ്യുന്നത്. അപ്പം അത് റെഡി ആവുന്നവരെ നമുക്ക് ഇത് കവർ ചെയ്ത് ഫ്രിഡ്ജിൽ വെക്കാം. ഞാൻ 1 കപ്പ് തണുത്ത വിപ്പിംഗ് ക്രീം എടുക്കുന്നുണ്ട്. ഇനി ഇത് നന്നായിട്ടൊന്ന് സ്റ്റിഫ് പീക്ക് ആവുന്ന വരെ ബീറ്റ് ചെയ്തെടുക്കാം. അപ്പോൾ നമ്മുടെ ക്രീം നന്നായിട്ട് ഇവിടെ വിപ്പായിട്ടുണ്ട്. ഇനി നമ്മൾ ഈ ബനാന ലെയറിൻ്റെ മുകളിലേക്ക് ക്രീം ഇട്ട് കൊടുക്കാം. ജസ്റ്റ് ഒന്ന് നമുക്ക് ലെവലാക്കിയെടുക്കാം. ഇനി ലാസ്റ്റായിട്ട് ഞാൻ കുറച്ച് ചോക്ലേറ്റ് ഗ്രേറ്റ് ചെയ്ത് ഇതിൻ്റെ മുകളിലേക്ക് ജസ്റ്റ് ഒന്ന് ഇടുന്നുണ്ട്. ഞാനിവിടെ മിൽക്ക് ചോക്ലേറ്റാണ് എടുത്തേക്കുന്നത്. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ ബനോഫി പൈ. ഇനി ഇത് കവർ ചെയ്ത് നമുക്കൊന്ന് ഫ്രിഡ്ജിലേക്ക് വെക്കണം. ഫ്രിഡ്ജിലൊരു മിനിമം 2 മണിക്കൂറെങ്കിലും സെറ്റ് ചെയ്യാൻ വെക്കണം. എന്നിട്ട് വേണം നമുക്ക് ഇത് സെർവ് ചെയ്യാനായിട്ട്. ഇപ്പോൾ 2 മണിക്കൂറെല്ലാം കഴിഞ്ഞിട്ടുണ്ട്. നമുക്കിതൊന്ന് തുറന്ന് നോക്കാം. അപ്പോൾ നമ്മുടെ ബനോഫി പൈ നന്നായിട്ട് സെറ്റായി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് കട്ട് ചെയ്ത് നോക്കാം. താഴത്തെ ബിസ്ക്കറ്റ് ലെയർ കുറച്ച് ബലം ഉണ്ടാവും കേട്ടോ. അപ്പോൾ അതനുസരിച്ച് സൂക്ഷിച്ച് മുറിക്കണം. അപ്പോൾ നമ്മുടെ ടേസ്റ്റി ബനോഫി പൈ ഇവിടെ റെഡിയാണ്. എല്ലാവരും ഇത് ഒരിക്കലെങ്കിലും ട്രൈ ചെയ്ത് നോക്കണം. ഒരു പാടുമില്ല ഉണ്ടാക്കാനായിട്ട്. നല്ല ടേസ്റ്റാണ്, അടിപൊളിയാണ് കേട്ടോ. ഇത് ഞാൻ ടേസ്റ്റ് ചെയ്ത് നോക്കുന്നുണ്ട്. അപ്പോൾ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ ദയവേത് ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. അപ്പോൾ നല്ലൊരു റെസിപ്പി ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. താങ്ക് യു, ബൈ.